നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും മുഖാമുഖത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ആർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷാണ്. നമസ്കാരം. നമസ്കാരം. ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് 5 വർഷം മുൻപ് ഈ ഒരു ആർളം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തന്നെ നിശ്ചയിച്ചത് ഇദ്ദേഹത്തെ ആയിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം ആർളം പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിന് ശേഷം ആർളം ഗ്രാമപഞ്ചായത്തിലുണ്ടായ മാറ്റങ്ങളും വികസന പ്രവർത്തനങ്ങളൊക്കെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആ ഒരു കാലഘട്ടം ഞാനിപ്പം പറഞ്ഞത് അതെ, ശരിക്കും അങ്ങനെയല്ലേ സംഭവിച്ചത്? അതെ 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 ആർളം ഗ്രാമപഞ്ചായത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മത്സരിക്കാൻ നിശ്ചയിച്ച് തന്നെയായിരുന്നില്ല. ഒരു സാഹചര്യത്തിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. എന്തായാലും ആ വാർഡിൽ നിന്ന് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടും ഞാനായിരുന്നില്ല, പ്രിയപ്പെട്ട ബേബി മാഷായിരുന്നു. കോവിഡിൻ്റെ ഒരു സമയമായിരുന്നു. മാഷ് കോവിഡ് വന്ന് മരിച്ചൊരു സാഹചര്യത്തിലാണ് ഞാൻ പ്രസിഡൻ്റായി വരുന്നത്. അപ്പോൾ ഒരു വലിയൊരു പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു തുടക്കം എന്ന് പറയുന്നത്. ഒന്നൊരു കോവിഡിൻ്റെ ഒരു പ്രയാസം, അതുപോലെ തന്നെ ബേബി മാഷയുടെ മരണം, മറ്റൊന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് UDF ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത് അത് LDFൻ്റെ കയ്യിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ ആകെ ഒരു മുഴുവൻ ഒരു പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ആദ്യഘട്ടം നമ്മൾ ഒരു വർഷം നീങ്ങിയത്. അങ്ങനെ വരുമ്പോൾ അവിചാരിതമായിട്ടാണ് ആ ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം LDFും UDFും കട്ടക്ക് ഉള്ള ഒരു പഞ്ചായത്തായിരുന്നു. ഒരിക്കൽ LDFൻ്റെ കയ്യിലാണെങ്കിൽ രണ്ടാമത് UDF, അങ്ങനെയൊക്കെ മാറി മറിഞ്ഞു വരുന്ന ഒരു പഞ്ചായത്ത് ഭരണം. ആ ഒരു സമയത്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത്. അപ്പോൾ മനസ്സിൽ ഇതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റും 5 കൊല്ലം എന്നുള്ള തോന്നലുണ്ടായിരുന്നു. ഒന്ന് വരുമ്പോൾ ഒരു കോവിഡ് ആയിരുന്നല്ലോ. കോവിഡിന് ആളുകൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. ഒരു വർഷം കോവിഡിൻ്റെ ഒരു വലിയൊരു പ്രതിസന്ധി നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ പുനരധിവാസ മേഖലയിലെ ഉന്നതികളിലെ നമ്മുടെ ആദിവാസി സഹോദരന്മാർ ഇതിനെ നമുക്കൊന്ന് അതിജീവിക്കണമല്ലോ. അങ്ങനെ വലിയൊരു ടാസ്ക്കാണ് നമ്മളെടുത്തത്. അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ CFLTC ഉൾപ്പെടെ, അതായത് പുതിയ ആശുപത്രി ഉൾപ്പെടെ കെട്ടി ഒരു വലിയൊരു ഇടപെടൽ നടത്തിയാണ് നമ്മൾ കോവിഡിനെ മറികടന്നത്. അതോടെ കോവിഡിനെ മറികടക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനകത്ത് ദൈനംദിനം ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ആ സമയത്ത് നടപ്പിലാക്കി എന്നുള്ളതാണ് നമ്മുടെ ആദ്യഘട്ട വിജയം എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഭരണസമിതിയുടെ പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എടുത്താൽ UDFൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്, LDFൻ്റെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭരണസമിതി എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടിയാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആർളം സർവീസ് സഹകരണ ബാങ്ക്. ആർളം സർവീസ് സഹകരണ ബാങ്ക് പ്ലാറ്റിനം ജൂബിലി നിറവിൽ. മെയിൻ ബ്രാഞ്ച് കീഴ്പള്ളി, മറ്റ് ബ്രാഞ്ചുകൾ ചെടിക്കുളം, ആറളം, വെളിമാനം, പൂതക്കുണ്ട്. കീഴ്പള്ളിയിൽ നീതി മെഡിക്കൽ സ്റ്റോർ, മെഡിക്കൽ ലാബ്. ചെടിക്കുളത്ത് വളം ഡിപ്പോയും. ഒന്നിക്കാം, മുന്നേറാം, സമൂഹ നന്മയ്ക്കായി ആർളം സർവീസ് സഹകരണ ബാങ്കിനോടൊപ്പം. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് പ്രധാന നേട്ടമായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ വലിയ വികസന പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ബേബി മാഷെക്കുറിച്ച് നമുക്ക് ഓർമ്മിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബേബി മാഷെ സംബന്ധിച്ച്, ഞങ്ങളെല്ലാം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടൊരു നേതാവ്, ഞങ്ങളുടെ പാർട്ടിയുടെയും അതുപോലെ തന്നെ മലയോരത്തിൻ്റെ എല്ലാവരുടെയും ഏത് വിഷയങ്ങളും ജനകീയമായി പരിഹരിക്കുന്ന അവസാനത്തെ വാക്കായിരുന്നു ബേബി മാഷ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബേബി മാഷ മരണം ഞങ്ങളൊന്നും സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിക്കുന്നില്ല. കാരണം നാളെ ബേബി മാഷ് അതിൽ തണലിൽ ഞങ്ങൾക്ക് പോകാം എന്നൊരു വലിയൊരു ധാരണ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ മാഷയുടെ മരണമാണ് ഒരു ഘട്ടത്തിൽ ഞങ്ങളെ ശൂന്യതയെ വരെ നിർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ നമുക്ക് അതിജീവിച്ചേ പറ്റൂ. കാരണം അത്രയും ജനങ്ങളുടെ പ്രയാസം അതിലപ്പുറമാണ്. പിന്നെ കൂടാതെ മാഷ് ഈ തെരഞ്ഞെടുപ്പ് പത്രികയൊക്കെ ഉണ്ടാക്കും. മാഷയുടെ കുറേ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒരു വാശിയായി ഇതെല്ലാം ഒന്ന് നമുക്ക് പൂർത്തീകരിക്കണം, മാസ്റ്ററുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കണം, നമ്മുടെ ആശയങ്ങൾ ചേർക്കണം, നാടിൻ്റെ വികസനം ഉണ്ടാവണം, ക്ഷേമപ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കണം. പ്രത്യേകിച്ച് ഉന്നതികളിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഫാം ഉൾപ്പെടെ വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കണം എന്ന ലക്ഷ്യം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കണം, വേഗത്തിൽ വികസനം എത്തിക്കണമെന്ന് നമുക്കൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴുള്ള സ്ഥലം തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ. അതെ. അപ്പോൾ അതും ആർളം പഞ്ചായത്തിലാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വാർഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ. അതെ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഈ മേഖലയിലുള്ള പ്രവർത്തനം? ഈ മേഖലയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാമപഞ്ചായത്തും തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, സർക്കാർ പദ്ധതികളൊക്കെ സംയുക്തമായി നടപ്പാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നു താഴെത്തട്ടിലെ പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ. ഇതെല്ലാം ഏകീകരിക്കുന്ന ഒരു വലിയ ചുമതലയാണ് നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഒന്ന്, അവരുടെ അടിസ്ഥാന ജീവിത മാർഗ്ഗങ്ങൾ,
അതിൻ്റെ പ്രത്യേക മിഷൻ ഇവിടെ ഉണ്ട്. കളക്ടറാണ് അതിൻ്റെ ചെയർമാൻ. മിഷൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ, പട്ടിക വർഗ വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ സർക്കാർ നേരിട്ട് തരുന്ന പദ്ധതികൾ, അങ്ങനെയുള്ള പദ്ധതികൾ ഏകോപിപ്പിച്ച് ഒരു കുടക്കീഴിലാക്കി കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റെടുത്തൊരു വലിയൊരു ചുമതലയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആറളം ഫാമെന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ അടുത്ത് അന്വേഷിച്ച് ചോദിക്കാൻ പോകുന്നത് ആനയുടെ ആക്രമണം, വന്യമൃഗങ്ങളുടെ ശല്യമാണ്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് ചെറിയ പ്രതിസന്ധിയല്ല. സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് പ്രാദേശിക സർക്കാരിൻ്റെ ഒരു ചുമതലയായിട്ട് തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് മറികടക്കാൻ വേണ്ടി നിരവധി പദ്ധതികൾ വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. സമയക്കുറവ്, അതായത് ഇതിൻ്റെ ഒരു ലാഗ്, ഇത് പൂർത്തീകരണത്തിൻ്റെ ലാഗ് നമ്മളെല്ലാം സംബന്ധിച്ച്, ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അതിൻ്റെ ഒരു വലിയൊരു പ്രയാസം ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ പുനരധിവാസ മേഖലയിൽ തന്നെ ഇപ്പോൾ വന്യമൃഗശല്യം, ഇപ്പോൾ ആളുകളൊക്കെ മരിക്കുന്ന ഒരു സമയം, ആ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യാൻ സാധിച്ചത്? ഈ ജനങ്ങളുടെ പ്രയാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയും പ്രയാസമാണ്. കാരണം മനുഷ്യൻ്റെ പേടി കൂടാതെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, അവൻ്റെ സ്വപ്നമാണ്. ആ സ്വപ്നങ്ങൾക്ക് എന്താ പറയുക, വിഘാതം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ വന്യമൃഗങ്ങളുടെ ശല്യം എന്ന് പറയുന്നത്. അത് അവരുടെ പ്രയാസം, പ്രത്യേകിച്ച് മരണമെല്ലാം ഉണ്ടാകും. ചില സമയത്തെല്ലാം നമ്മൾ ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിസ്സഹായരായി നിൽക്കുന്നൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഒരു ഭാഗത്ത് സർക്കാർ ഈ ആനമതിൽ ഉൾപ്പെടെ ഹാങ്ങിങ് ഫെൻസിംഗ് ഉൾപ്പെടെ നിർമ്മിക്കാൻ പണം കൊടുക്കുകയും അത് സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതും ജനങ്ങളുടെ രോഷത്തിന് മുന്നിൽ ഒരുപക്ഷെ ഞങ്ങളെല്ലാം പതറിപ്പോയിട്ടുണ്ട്. കാരണം ഈ പണം കൊടുക്കുകയും അത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പ്രശ്നം നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ആറളം ഫാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറളം ഫാം സ്കൂളുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ആറളം പഞ്ചായത്ത് എന്തൊക്കെയാണ്? ആറളം പഞ്ചായത്തിന് വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടൊരു ഗ്രാമപഞ്ചായത്താണ്. എനിക്ക് തോന്നുന്നു മലയോരത്ത് ഏറ്റവും കൂടുതൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ളത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് ആറളം ഗ്രാമപഞ്ചായത്താണ്. 4 ഹയർ സെക്കൻഡറി സ്ഥാപനങ്ങളുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടമാണ്. ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെ പഠിക്കുന്നു എന്ന് പറയുന്നത് നമ്മളെല്ലാം സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അതിന് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ ആറളം ഫാം പുനരധിവാസ മേഖലയിൽ ആറളം ഫാം ഹയർ സെക്കൻഡറി സ്കൂൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വിദ്യാവാഹിനി പദ്ധതി, ഗ്രാമവണ്ടി പദ്ധതി, അവർക്ക് വീട്ടിൽ നിന്ന് സ്കൂളിലെത്താനും തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണത്തിൻ്റെ കാര്യം, സ്കൂളിലെത്തിയിട്ടുണ്ടെങ്കിൽ പ്രഭാത ഭക്ഷണം, പിന്നെ സ്കൂൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഹൈടെക് ആക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും എല്ലാം പദ്ധതി സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമായി കാണുകയാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയാണ് പിന്നീട് ആറളം പഞ്ചായത്ത് ഒട്ടേറെ കർഷകരുള്ള ഒരു സ്ഥലമാണ്. കീഴ്പള്ളി ഉൾപ്പെടെ പല മേഖലകളിലുമുണ്ട്. അവർക്കൊക്കെ എങ്ങനെയാണ്? നമ്മളെ സംബന്ധിച്ച് ഒരു മലയോര മേഖല എന്ന് പറയുന്നത് കൃഷിയാണ് പ്രധാന ഉപജീവന മാർഗ്ഗമായി കാണുന്നത്. അതിലൊന്ന് പ്രധാനമായും റബ്ബർ, തെങ്ങ്, നെല്ല്, കവുങ്ങ്, കുരുമുളക്, കശുവണ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മലയോര മേഖലക്കകത്തുള്ളത്. ഈ മലയോര മേഖലക്കകത്ത് നിരവധി പ്രതിസന്ധിയാണ് ഈ കാർഷിക മേഖലക്കകത്ത് നേരിടുന്നത്. അതിനെ അതിജീവിക്കാൻ ആവശ്യമായ പദ്ധതികൾ നമ്മൾ രൂപീകരിക്കുക. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തിന് ഒറ്റയ്ക്കായിട്ട് സാധ്യമല്ല. കൃഷി വകുപ്പിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ് കൃഷി വകുപ്പിൻ്റെയും മറ്റ് പദ്ധതികളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാർഷിക മേഖലയെ രക്ഷപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള റബ്ബർ. നമുക്കറിയാം, റബ്ബർ ഒരു നാണ്യവിളയാണ്. നമുക്കൊരു പരിമിതിയുണ്ട്. തൊട്ടപ്പുറം തെങ്ങാണ്. തെങ്ങിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, വില ഉണ്ടെങ്കിലും ഉൽപ്പന്നങ്ങളുടെ കുറവ് വലിയ പ്രശ്നമാക്കുന്നു. നമ്മളിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് കേരഗ്രാമം പദ്ധതി. 40 ലക്ഷം രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്നത്. 3 ഘട്ടമായിട്ടാണ് പദ്ധതി നടപ്പാക്കേണ്ടത്. ആദ്യഘട്ടം 25 ലക്ഷം രൂപ എടുത്ത് തന്നു. അതിനാവശ്യമായിട്ട് ഇടപെടൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഏതാണ്ട് 34,000 തെങ്ങുകൾക്ക് അതിനെ പരിരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കി വരികയാണ്. അതുപോലെ തന്നെ തെങ്ങ് മുറിച്ച് മാറ്റുന്നതിന് ജൈവവളം, കുമ്മായം, അതുപോലെ മറ്റ് കാർഷിക മേഖല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പുനരധിവാസ മേഖലയ്ക്കകത്ത് കൃഷിയുമായി സംയോജിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് തൊഴിലുറപ്പ് പദ്ധതി കൃഷിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു 1355 അവിടെ തടംകളങ്കരിയിൽ ഒരു 5.5 ഏക്കർ സ്ഥലം നമ്മൾ സ്വന്തമായി എടുത്ത് ഹാങ്ങിങ് ഫെൻസിങ് ഇട്ട് അവിടുത്തെ കൃഷിക്കൂട്ടങ്ങൾക്ക് കൃഷി നടത്താൻ ആവശ്യമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കി. വെള്ളം, അതുപോലെ തന്നെ വിത്തും വളവും ഒക്കെ സൗജന്യമായി നൽകിക്കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു നേട്ടം എന്ന് പറയുന്നത്. മറ്റൊന്ന് നെല്ല് കർഷകരാണ്. നമുക്കറിയാം, പാടശേഖര സമിതികൾ നിരവധിയാണ്. 3 വിള കൃഷി നമുക്ക് എടുക്കേണ്ടതാണ്. പക്ഷേ 2 വിള കൃഷിയാണ് എടുക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള വിത്തും വളവും നെല്ലും
ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയും കൂടി അവിടെ സംയോജിപ്പിച്ചുകൊണ്ട് വരമ്പെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. കശുമാവ് കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള തൈകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നു. കവുങ്ങൻ തൈകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കുറ്റി കുരുമുളക് തൈ യഥേഷ്ടം എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. കുടുംബശ്രീ വനിതകൾക്ക് കിഴങ്ങ് വർഗ്ഗ കൃഷികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ചേമ്പ്, ചേന, ഇഞ്ചി, മഞ്ഞൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഇവരുടെ കൃഷികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമുക്കറിയാം വന്യമൃഗങ്ങൾ, കുരങ്ങ്, മയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരികയാണ്. സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഹാങ്ങിങ് ഫെൻസിങ്ങിനും കൂടി പദ്ധതി വെച്ച് നടപ്പിലാക്കി വരികയാണ്. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്ന ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതൊക്കെ റോഡിൻ്റെ കാര്യത്തിലാണ്. അതെ, ആറളം പഞ്ചായത്ത് റോഡുകൾ ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ നടന്നു പോകുന്ന ആറളം ഫാമിലിയോടെയുള്ള ഈ റോഡ് തന്നെ ഹൈടെക് റോഡായി മാറ്റി. എങ്ങനെയാണ് പഞ്ചായത്തിൽ എല്ലാ റോഡുകളും അങ്ങനെയുണ്ടോ? നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ റോഡുകളും ഏകദേശം ഈ രൂപത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ജില്ലാ പഞ്ചായത്ത് സഹായിക്കുന്നു. പഞ്ചായത്തിന് ആവശ്യമായ ഫണ്ടുകൾ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 186 റോഡുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ 83 റോഡുകൾ ഇപ്പോൾ ടെൻഡർ നടപടിയിലേക്ക് പൂർത്തീകരിച്ച് അതിൻ്റെ 131 എണ്ണം ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആകെ നോക്കുമ്പോൾ 186 റോഡുകൾ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് അത്രയും ആസ്തി വർദ്ധിപ്പിക്കാൻ, തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആ പദ്ധതിയിൽ അത്രയും ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. കൂടാതെ തന്നെ പ്ലാൻ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഓൺ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗ്രാമീണ റോഡുകൾ മെച്ചപ്പെടുത്താൻ സാധിച്ചു. അതിന് ട്രെയിനേജ് കൊടുക്കാൻ സാധിച്ചു, കലുങ്കുകൾ കൊടുക്കാൻ സാധിച്ചു. മലയോര മേഖലയ്ക്കകത്ത് വികസനം എന്ന് പറയുമ്പോൾ റോഡുകൾ, പാലങ്ങളും ഒക്കെയാണ് ജനങ്ങളുടെ മുന്നിലുള്ളത്. അതെല്ലാം നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ 19 വാർഡുകളിലും എല്ലായിടങ്ങളിലും നല്ല റോഡുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. എന്നാൽ പൂർണ്ണമല്ല, ഇനി നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്, ഘട്ടം ഘട്ടമായി ചെയ്ത് തീർക്കേണ്ടതാണ്. ആ നിലയിലാണ് ഭരണസമിതി ഇപ്പോൾ അതിനെ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഒക്കെ വിദേശ രാജ്യങ്ങളിലെ പേരുള്ള 2 സ്ഥലങ്ങൾ ആറളം പഞ്ചായത്തിലുണ്ട്. അതെ അതെ, അതായത് വിയറ്റ്നാം, അത് കംബോഡിയ, ആ ഒരു സ്ഥലം അത് കീഴ്പള്ളിയാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഒരുപക്ഷെ ഇതിന് മുന്നേ ഇപ്പോൾ പാലം ഇതുണ്ട്, പാലം ഇപ്പോൾ പൂർത്തിയായി, പാലം പ്രവർത്തി പൂർത്തിയായി. അതേപോലെ തോട്ടുകടവ് പാലം. അപ്പോൾ അവരൊക്കെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു മഴക്കാലത്ത്. അതെ അതെ, അതിപ്പോൾ പരിഹാരം കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതലൊരു പ്രശ്നം എന്ന് പറയുന്നത് പരിപ്പത്തോട് പാലം, മാഞ്ചോട് പാലം, തോട്ടുകടവ് പാലം ഒക്കെ, അതുപോലെ പൊതു ശ്മശാനം ഒക്കെയായിരുന്നു. ഈ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പോൾ മാഞ്ചോട് പാലത്തെ സംബന്ധിച്ച് അതിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശ്മശാനം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ 90% പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു. ബാക്കി 10% ഓൺഗോയിങ് ആണ്. ഇപ്പോൾ ഞങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അന്ന് പറഞ്ഞിരുന്നത് എടൂർ ബസ് സ്റ്റാൻഡാണ് പറഞ്ഞത്. എടൂർ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ഇപ്പോൾ തുടങ്ങാനുള്ളൊരു ഘട്ടത്തിലേക്ക് വന്ന് എത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ തൊഴിലുറപ്പ് കാര്യം പറയുമ്പോൾ തൊഴിലുറപ്പ് പ്രവർത്തകരെ കൊണ്ട് റോഡുകളും അതേപോലെ വീട് അതിനെക്കുറിച്ച്. തൊഴിലുറപ്പ് നമ്മളെ സംബന്ധിച്ച് മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാന തലത്തിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക്, പ്രത്യേക ട്രൈബൽ പ്ലസിന് സംസ്ഥാന തലത്തിൽ അംഗീകാരം കിട്ടിയ ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. എല്ലാ വർഷവും കണ്ണൂർ ജില്ലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനം കൊടുക്കുന്നത്, ആദിവാസികൾക്ക് 100-ൽ 200 തൊഴിൽ ദിനം കൊടുക്കുന്നതിൽ നമ്മൾ ഒന്നാമതായി നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് 7000-ഓളം തൊഴിലാളികളുണ്ട്. 7016 തൊഴിലാളികൾ ഈ മേഖലയ്ക്കകത്ത് മാത്രമുണ്ട്. നമ്മുടെ പുനരധിവാസ മേഖലയ്ക്കകത്ത് 1716 തൊഴിലാളികളിൽ 95% ലൈവ് തൊഴിലാളികളാണ്. അവർക്ക് സമയബന്ധിതമായി തൊഴിൽ കൊടുക്കുന്നു. അവരുടെ ഗ്രാമത്തിലേക്കുള്ള, പ്രത്യേകിച്ച് ബ്ലോക്കുകളിലേക്കുള്ള വഴികൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നു. വ്യക്തിഗത ആസ്തികൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകമായി നാം കാണുന്നത്. പശുത്തൊഴുത്ത്, കോഴിക്കോട്, ആട്ടിൻതൊഴുത്ത് ഉൾപ്പെടെയുള്ള വ്യക്തിഗത ആസ്തികൾ വർദ്ധിപ്പിക്കുന്നതിൽ നമ്മൾ ജാഗ്രതയോടെ തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതിയെ കാണുന്നത്. ഏതാണ്ട് ഒരു വർഷം 15 കോടി രൂപയുടെ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിൽ 10 കോടി രൂപ തൊഴിലാളികൾക്ക് കൂലി ഇനത്തിൽ കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ തൊഴിലുറപ്പ് മേഖലയ്ക്കകത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പ്രധാന ടൗണുകൾ എന്ന് പറയുന്നത് എടൂര്, അതുപോലെ കീഴ്പള്ളി ടൗണുകളാണ്. അതെ അതെ. അപ്പോൾ ഈ മേഖലയിലുള്ള മാലിന്യ സംസ്കരണം നമ്മളെ സംബന്ധിച്ച് മാലിന്യ സംസ്കരണത്തിൽ ഈ ഭരണസമിതി ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരു സംവിധാനവും നമ്മളെ സംബന്ധിച്ചില്ലായിരുന്നു. എന്നാൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം, അവർക്ക് വാഹനം, ബോട്ടിൽ ബൂത്ത്, MCF 2 വലിയ MCFകൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അങ്ങനെ ഏതാണ്ട് 17 വാർഡുകളിലും ഹരിതകർമ്മസേന പോയി കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ സംഭരിക്കാനും അത് കയറ്റി അയക്കാനും ഒക്കെ ഒരു വലിയൊരു സംവിധാനം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ റിംഗ് കമ്പോസ്റ്റ് ഏതാണ്ട് 75% വീടുകളിലും റിംഗ് കമ്പോസ്റ്റ് എത്തിച്ചു. അതുപോലെ തന്നെ വക്കാഷി ബക്കറ്റുകൾ കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കുറേ ടാങ്കുകൾ, നമ്മൾ വേസ്റ്റ് ടാങ്കുകൾ കുഴിക്കുന്നതിന് സാധിച്ചു. അങ്ങനെ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലും ഈ പറഞ്ഞ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. നമ്മൾ
നമ്മുടെ ടൗണുകൾ പ്രധാനമായും കീഴ്പള്ളി, എടൂർ, ആറളം, മറ്റ് ചെടിക്കുളം പോലുള്ള വേർപാടുള്ള ചെറുകിട ടൗണുകളിൽ നമ്മൾ എന്നും രാവിലെ ക്ലീൻ ചെയ്യുന്ന ടൗൺ ക്ലീനിങ്ങിനുള്ള തൊഴിലാളികൾ അവിടെ നിന്നെടുക്കുന്ന മാലിന്യങ്ങൾ തുമ്പൂർ മൊഴി എന്ന് പറയുന്ന മാലിന്യ സംസ്കരണ രീതിയിലേക്ക് കൊണ്ടെത്തിച്ച് അവിടെ സംസ്കരിക്കുന്ന വലിയൊരു യൂണിറ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്. അത് കഴിഞ്ഞ മാസങ്ങൾക്ക് മുന്നേ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ മാലിന്യ സംസ്കരണ കാലത്തിൽ നമുക്ക് ഒരുപാട് മുന്നേറാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഇപ്പോൾ നമുക്ക് എല്ലാ മറ്റ് പഞ്ചായത്തുകളിലൊക്കെ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ആറളം പഞ്ചായത്ത്? നമ്മളെ ആറളത്തെ സംബന്ധിച്ച് 272 വീടുകൾ ഇപ്പോൾ നമ്മൾ നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ 346 വീടുകളാണ് ആകെ നിർമ്മിച്ച് നൽകേണ്ടത്. അതിൽ 272 വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈഫ് ഭവന പദ്ധതി എനിക്ക് തോന്നുന്നത് ഈ സർക്കാരിൻ്റെ കാലത്ത് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും. അതിനാവശ്യമായ ഇടപെടലാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിദരിദ്രരായ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതെ, അവർക്കുള്ള സഹായം എങ്ങനെയാണ്? അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബങ്ങളെന്ന് പറയുന്നത് 43 കുടുംബങ്ങളായിരുന്നു. അവർക്ക് ആധാർ കാർഡ്, റേഷൻ കാർഡ്, പെൻഷൻ, അതുപോലെ തന്നെ വീട്, കുടിവെള്ള പദ്ധതി, അങ്ങനെ റോഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരുടെ മരുന്ന്, ഭക്ഷണം ഉൾപ്പെടെ നൽകിക്കൊണ്ട് അവരുടെ അതിദരിദ്ര മുക്തമാക്കി എന്ന് നാം പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോഴും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അതുപോലെ മരുന്നുകളൊക്കെ വാതിൽപ്പടി സേവനമായി അവരുടെ വീടുകളിലേക്ക് എത്തുന്നു. കൂടാതെ അവർക്ക് ഉപജീവന മാർഗ്ഗമായി കോഴിക്കോട്, പശു, ആട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിദരിദ്രർക്ക് നമ്മളിപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിദരിദ്ര മുക്ത ഗ്രാമപഞ്ചായത്താണ് ആറളം ഗ്രാമപഞ്ചായത്ത്. ആറളം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ്. അതായത് ഇപ്പം ആറളം ഫാം പുനരധിവാസ ജനുവരി മാസം ആകുമ്പോഴൊക്കെ അതെങ്ങനെയാണ് പരിഹരിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നത്? അത് നമ്മളെ സംബന്ധിച്ച് പരിഹരിച്ചേ പറ്റൂ. കാരണം നേരത്തെ 8 ബീച്ചുകളുണ്ടായിരുന്നു. അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം എന്ന് പറയുമ്പോൾ നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഒന്ന് ജലനിധിയുടെ 8 ബീച്ചുകൾ നമ്മളെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അത് അനിവാര്യമായിട്ടായിരിക്കാം അന്ന് തുടങ്ങിയിട്ടുണ്ടാവുക. പക്ഷേ അതിപ്പോൾ ഗ്രൗണ്ട് വാട്ടർ വെള്ളം താഴോട്ട് വലിഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ പല കുളങ്ങളിലും വെള്ളമില്ല. BG ഗ്രൂപ്പുകളുടെ ഇടപെടൽ അങ്ങനെ അതെല്ലാം ഒരു നിന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പം നമ്മൾ ആലോചിച്ചത്, നമ്മളൊരു 3 വർഷം മുന്നേ ഈ വിഷയമായി സംബന്ധിച്ച് സമഗ്രമായി ചർച്ച നടത്തി ആലോചിച്ചത് ചെറുകിട ജലസേചന പദ്ധതികൾ ഇനി ഭാവിയിൽ വിജയിക്കില്ല. അപ്പോൾ വൻകിട പദ്ധതികൾ തന്നെ വേണം. അതുകൊണ്ട് ഇപ്പോൾ 65 കോടി രൂപ മുടക്കിയിട്ട് നമ്മളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഗുണഭോക്തൃ വിഹിതം ഒക്കെ ഉൾപ്പെടുത്തി 65 കോടി രൂപയ്ക്ക് ജലജീവൻ മിഷൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ച് ആറളം പുനരധിവാസ മേഖലയിൽ അതിൻ്റെ മെയിൻ പൈപ്പ് വർക്കുകളൊക്കെ ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2026 എനിക്ക് തോന്നുന്നു മാർച്ചിൽ ഒരു ഘട്ടത്തേക്ക് നമുക്ക് പൂർത്തീകരിക്കാം, അല്ലെങ്കിൽ 2000 ഏതായാലും അതിന് സമയബന്ധിതമായി പെട്ടെന്ന് തീർക്കുമെന്ന് തന്നെയാണ് ജലജീവൻ മിഷൻ്റെ അധികാരികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മാത്രമേ ആറളം പുനരധിവാസ മേഖലയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കൂ. വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ, കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഏപ്രിൽ, മെയ് മാസങ്ങളിലെല്ലാം ടാങ്കറിൽ വെള്ളം ഇറക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം ആറളം പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള മലയോര മേഖലയാണ്. മലയോര മേഖലയിൽ ഒരുപാട് കായിക താരങ്ങളൊക്കെയുണ്ട് ആറളം പഞ്ചായത്ത്. പക്ഷേ അവർക്കൊക്കെ ഒരു കളിക്കളം അത് തയ്യാറാക്കാൻ പറ്റുമോ? അതേക്കുറിച്ച്. കളിക്കളം നമ്മളെ സംബന്ധിച്ച് പരിമിതികൾ നിരവധിയാണെങ്കിലും ചെടിക്കുളം, നമ്മുടെ പഞ്ചായത്തിന് ഉടമസ്ഥയിലുള്ള ചെടിക്കുളം മിനി സ്റ്റേഡിയം നവീകരിച്ച് അത് തുറന്നു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിയറ്റ്നാം കളിസ്ഥലം നവീകരിച്ച് നമുക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇതുവരെ ഒരു ഭരണസമിതിയും ചെയ്യാത്തൊരു കാര്യമാണ് ഈ കളിക്കളങ്ങൾ. അതാണിപ്പോൾ വിയറ്റ്നാമിൽ ഏതാണ്ട് MP ഫണ്ട് ഉപയോഗപ്പെടുത്തി, പ്രത്യേകിച്ച് സന്തോഷ് കുമാർ MPയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ചെടിക്കുളം മിനി സ്റ്റേഡിയവും അങ്ങനെ തന്നെയാണ്, അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് വാർഡ് തലത്തിൽ കളിക്കളങ്ങൾ വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് എല്ലാ സർക്കാർ മേഖലയ്ക്കകത്തല്ല, പ്രൈവറ്റ് മേഖലയ്ക്കകത്തും സ്കൂളുകളുടെ ഗ്രൗണ്ടെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വാർഡുകളിലും എല്ലാ വാർഡുകളിലും കളിസ്ഥലം ഉണ്ടാക്കണം. നല്ല കായിക താരങ്ങൾ വളർന്നു വരണം. ആറളം പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടെ കളിസ്ഥലങ്ങൾ അനിവാര്യമാണ് എന്നാണ് നമ്മൾ കാണുന്നത്. അതിനാവശ്യമായിട്ടുള്ള പ്രാഥമിക പദ്ധതികളെല്ലാം ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഹരിതകർമ്മ സേനയുടെ ഒരു വനിതാ വാഹനമായിട്ട് ഇതുവഴി പോകുന്നത്. അതെ. അങ്ങനെ പദ്ധതികളൊക്കെ ഉണ്ടോ? അതെ. ഹരിതകർമ്മ സേനയ്ക്ക് നമ്മൾ വന്ന ശേഷമാണ് ഈ വാഹനം വന്നത്. ഇവരെ എടുത്ത് നമ്മളാണ് 37 പേരാകെ ഹരിതകർമ്മ സേന അംഗങ്ങളായി ടൗൺ ക്ലീനർമാരായി ഇപ്പം നമ്മൾ വന്നതിന് ശേഷം വന്നിട്ടുണ്ട്. 37 കുടുംബങ്ങളിലേക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്ന വലിയൊരു നേട്ടം കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കൂടാതെ തന്നെ മാലിന്യ സംസ്കരണം എല്ലാവരുടെയും ഉത്തരവാദിത്വം പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ആ മേഖലയ്ക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു പഞ്ചായത്ത് ഭരണസമിതിയൊക്കെ കൂടുമ്പോൾ ചില കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും, അതായത് UDFൻ്റെ അംഗങ്ങളായാലും അല്ലെങ്കിൽ മറ്റ് കക്ഷികളുടെ അംഗങ്ങളായാലും എങ്ങനെയാണ് അവരുടെ സഹകരണം?
ഈ നാളിതുവരെ ഞാൻ ആദ്യമേ അത് സൂചിപ്പിച്ചിരുന്നു. കൂട്ടായ ഇടപെടലാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾക്കെല്ലാം രാഷ്ട്രീയമുണ്ട്, പക്ഷേ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയം കണ്ടുപോകാൻ സാധിക്കില്ല. എൻ്റെ ഒരു പ്രധാനപ്പെട്ട പോളിസി എന്ന് പറയുന്നത് നമ്മുടെ ആറളത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, അത് എത്ര വലിയ ആളുകളായിക്കോട്ടെ, അവരുടെ പ്രയാസം പൊതുവെ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഡയാലിസിസ് രോഗികൾ വലിപ്പച്ചെറുപ്പമില്ലാതെ അവർക്ക് പിന്നെ എത്ര വലിയവനാണെങ്കിലും ഈ ഡയാലിസിസ് വന്നാൽ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കണ്ണൂർ ജില്ലക്കകത്ത് 4000 രൂപ വെച്ച് ധനസഹായം കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ആറളം ഗ്രാമപഞ്ചായത്ത്. ഇപ്പോൾ ഏതാണ്ട് 3 വർഷക്കാലമായി നമ്മളിതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും പ്രയാസം നമ്മുടെ പ്രയാസമായി മാറുമ്പോഴാണ് എല്ലാവരിലേക്കും വികസനം എത്തുന്നതൊരു കാഴ്ചപ്പാട് എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിനൊരുപാട് ആളുകളുടെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 500 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പുനരധിവാസ മേഖലയിലും ആറളം ഫാമിന് പുറത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചത് അതുകൊണ്ടാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആറളം സർവീസ് സഹകരണ ബാങ്ക്. ആറളം സർവീസ് സഹകരണ ബാങ്ക് പ്ലാറ്റിനം ജൂബിലി നിറവിൽ. മെയിൻ ബ്രാഞ്ച് കീഴ്പള്ളി. മറ്റ് ബ്രാഞ്ചുകൾ ചെടിക്കുളം, ആറളം, വെളിമാനം, പൂതക്കുണ്ട്. കീഴ്പള്ളിയിൽ നീതി മെഡിക്കൽ സ്റ്റോർ, മെഡിക്കൽ ലാബ്. ചെടിക്കുളത്ത് വളം ഡിപ്പോയും. ഒന്നിക്കാം, മുന്നേറാം, സമൂഹ നന്മയ്ക്കായി ആറളം സർവീസ് സഹകരണ ബാങ്കിനോടൊപ്പം. ആറളം പഞ്ചായത്തിൽ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് അറിഞ്ഞത്. ആ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് കുടുംബശ്രീയിലൂടെ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആറളം പുനരധിവാസ മേഖലയ്ക്കകത്ത് സ്പെഷ്യൽ പ്രൊജക്റ്റ് രൂപീകരിച്ച് അതിന് ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങാനും സാമ്പത്തിക സമത്വം ഉണ്ടാക്കാനും ദാരിദ്ര്യം ലഘൂകരണം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ വയോജനങ്ങൾ, ഇന്ന് നമ്മുടെ പഞ്ചായത്തിനകത്ത് എല്ലാ പഞ്ചായത്തിനകത്തും വയോജനങ്ങളുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ക്ഷേമം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പ്രത്യേകിച്ച് വയോജന പെൻഷൻ്റെ ആദ്യഘട്ടം നിർവഹിക്കുന്നത് ഗ്രാമപഞ്ചായത്താണ്. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ എന്ന് പറയും വയോജന വിശ്രമ കേന്ദ്രത്തിൽ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, അതുപോലെ അവരുടെ കലോത്സവങ്ങൾ, അവരുടെ ഉല്ലാസ യാത്രകൾ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി സാധിച്ചു. മറ്റൊരു വിഭാഗമാണ് ഭിന്നശേഷി. നമുക്കെല്ലാവർക്കും അറിയാം, ഏതാണ്ട് 100-100ഓളം കുടുംബങ്ങൾ ആറളം പഞ്ചായത്തിനകത്ത് ഭിന്നശേഷി കുടുംബങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഒരു ഭിന്നശേഷി കുട്ടിയുണ്ടെങ്കിൽ അച്ഛനമ്മ നിർബന്ധമായും അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഉണ്ടാവണം എന്നൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഞാനത് പ്രത്യേകമായി കണ്ടിട്ടുണ്ട്. അവർക്ക് ആശുപത്രി സംവിധാനങ്ങൾ, പാലിയേറ്റീവ് സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി ഒക്കെ അവരുടെ വീട്ടിലെത്തിച്ചും അവരുടെ സ്കൂളിലെത്തിച്ചും ഒക്കെ കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ സ്കോളർഷിപ്പ് അത് സമയബന്ധിതമായിട്ട് കൊടുക്കുക, എപ്പോഴെങ്കിലും കൊടുക്കുക എന്നല്ല, അത് സമയബന്ധിതമായി ഏതാണ്ട് 30,000 രൂപ അടുത്ത് സ്കോളർഷിപ്പ് സമയബന്ധിതമായിട്ട് കൊടുക്കുക. അവരെയും കൊണ്ട് ടൂർ പോകുക, അവർക്ക് കായിക മേളകൾ സംഘടിപ്പിക്കുക, അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമായിട്ട് ക്ഷേമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ കാണുകയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുകൂടി പറയാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയല്ലോ. അപ്പോൾ എല്ലാം കുറേ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു. പക്ഷേ എന്നാലും ഞാനത് ചെയ്തത് നന്നായി എന്ന് തോന്നി ഏതെങ്കിലും സംഭവങ്ങൾ? അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭിന്നശേഷിക്കാർ, ഞാനത് എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, ഭിന്നശേഷിക്കാരോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിച്ചതിൽ വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ജനങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ വ്യക്തിപരമായും ഒക്കെ അവരെ കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനുമൊക്കെ സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്ന എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കാനും വേണ്ടി സാധിച്ചു, അവരോടൊപ്പം കുറേ ആളുകളെ ചേർത്ത് വെക്കാനും സാധിച്ചു എന്നുള്ളതാണ്. കുറേ ആളുകളെ കൊണ്ട് സഹായം കൊടുപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു ഈ 5 വർഷത്തെ ഭരണ നേട്ടങ്ങളിൽ എന്നെ മാനസികമായി സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു KP രാജേഷ് എന്ന് പറയുന്ന വ്യക്തി ഈ പൊതുപ്രവർത്തനങ്ങളിലൂടെ വന്ന് ഇപ്പോൾ ഈ നിലയിലെത്തിയത്? ഞാനൊരു സാധാരണ ചെത്തുതൊഴിലാളിയായിരുന്നു. നമ്മുടെ നാട്ടിൻ പുറത്തെ ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണ ചെത്തുതൊഴിലാളി. സമയം കിട്ടുമ്പോൾ നമ്മുടെ പണി കഴിഞ്ഞ് ബാക്കി സമയങ്ങളിലെല്ലാം സാധാരണക്കാരുടെ ഇടയിലേക്ക് അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. അങ്ങനെയാണ് ഞാൻ അവിടെ ഒരു ജനങ്ങളുടെ ഒരു അംഗീകാരം കിട്ടുന്നത്. നമുക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, പക്ഷേ ജനങ്ങളെ സഹായിക്കുന്നതിലോ വികസനത്തിലോ അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിലോ ഒരു രാഷ്ട്രീയവും നമ്മൾ കലർത്താറില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങൾ പൊതുവെ നമുക്ക് ഒരുപോലെയാണ്. അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുക എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പോളിസി എന്ന് പറയുന്നത്. എല്ലാവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഇതിനു മുന്നെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അംഗീകാരം തന്നെയാണ് KP രാജേഷ് എന്ന് പറയുന്ന ഈ ചെറിയൊരാൾ ഈ പദവിയിലേക്ക് വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് UDFൻ്റെ മെമ്പർമാരോടായാലും ചോദിച്ചാൽ വാർഡിലേക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലല്ലേ?
ഇല്ല, ഞാൻ പറഞ്ഞില്ലേ 17 വാർഡുകളിലും നമ്മൾ ഒരുപോലെയാണ്, ഒരു മാലയിലെ മുത്തുമണികൾ ഒരു വലിപ്പച്ചെറുപ്പമില്ലാതെ കോർത്തിണക്കിയാണ് നാം പൊയ്ക്കൊണ്ടിരുന്നത്. പല സന്ദർഭങ്ങളിലും എൻ്റെ ഒപ്പമുള്ള UDF മെമ്പർമാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം തന്നെ കൃത്യമായി നിർവഹിച്ചു പോയിക്കാൻ നമുക്ക് സാധിച്ചില്ല. എന്നാൽ പരമാവധി നമ്മൾ നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അതിനകത്ത് ഒരു വികസനത്തിൽ ഒരു വേർതിരിവ് നമ്മൾ കാണിച്ചിട്ടില്ല. അത് കാണിക്കാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ അധികാരം ഏറ്റപ്പോൾ തന്നെ നമുക്ക് നേതൃത്വത്തിൽ നിന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആറളമാണ് ഗ്രാമപഞ്ചായത്ത്, അവിടെ വികസനത്തിലോ മറ്റൊരു കാര്യത്തിലും വിവേചനം ഒരിക്കലും പാടില്ല എന്ന് ഇപ്പോൾ സെക്യൂറിൻ്റെ പേരെടുത്ത് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. സെക്യൂർ ഏരിയ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, വികസനത്തിൽ ഒരു കാരണവശാലും വിവേചനമില്ല. അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തണം. അത് ഒരു വാർഡെന്നോ UDF വാർഡെന്നോ അത് LDF വാർഡെന്നോ ഒന്നും നോക്കാനും പാടില്ല എന്ന് കൃത്യമായി ഈ നേതൃത്വത്തിൻ്റെ പ്രത്യേകിച്ച് നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിനനുസരിച്ചാണ് ഞാൻ ഇതുവരെ പോയിട്ടുള്ളത്. അതിനകത്ത് ഒരു കാരണവശാലും വെള്ളം ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ പൊതുവെ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, പക്ഷേ അതെല്ലാം ഇതിൻ്റെ എല്ലാം ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് ഒരു അംഗീകാരം കൂടി നമുക്ക് തരുന്നതെന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് കാണാനും ഒരുമിച്ച് ചേർത്ത് പിടിക്കാനും സാധിച്ചു എന്നുള്ളതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി പറയാനുള്ളത്, നമുക്കറിയാം ഇപ്പം ഇത്രയും 5 വർഷം കഴിഞ്ഞ കാലമായിട്ടും ചെയ്യാൻ പറ്റാത്ത പല പദ്ധതികളൊക്കെ ഉണ്ടാവും. ഉണ്ട്. അപ്പോൾ വരുന്ന ഒരു ഭരണസമിതിക്ക് മുന്നിൽ വെക്കാനുള്ളത് എന്താണ്? വികസനം എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ടൂറിസം വിപുലീകരിക്കണം എന്നുള്ളത്. അതിന് പ്രധാനമായി വേണ്ടത് നല്ല വഴികളുണ്ടാവണം, നല്ല പാലങ്ങളുണ്ടാവണം. പാർല ഫാമിലേക്ക് വരണമെങ്കിൽ ഞങ്ങൾ വരുന്ന കാലത്ത് ചീങ്കണ്ണി പാലം ഞങ്ങളുടെ സ്വപ്നമായിരുന്നു, തൂക്കുപാലമായിരുന്നു. അതുപോലെ തന്നെ ഓടന്തോട് പാലം അതിങ്ങനെ പണിയുടെ ഒരു ഘട്ടം എത്തി നിൽക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരിപ്പുതോടും അതുപോലെ തന്നെ വെമ്പുഴ പാലവും അതുപോലെ തോട്ടുകടവ് പാലവും എല്ലാം മാഞ്ചോട് പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് വരണമെങ്കിൽ ടൂറിസമായി പ്രധാനമായി വരേണ്ടത് പാലങ്ങളും ഈ പറഞ്ഞ റോഡുകളാണ്. അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ടം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അടുത്ത ഭരണസമിതിക്ക് ടൂറിസത്തെക്കുറിച്ച് കൃത്യമായി ആലോചിക്കാൻ വേണ്ടി സാധിക്കും. പലരുമായി സംയോജിപ്പിച്ചുകൊണ്ട് ആറളം ഫാമിലും വിയറ്റ്നാമിലൊക്കെ ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ്. ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു സ്വപ്നം എന്ന് പറയുന്നത് എടൂർ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. പൈസയുടെ പ്രശ്നമുണ്ടായിരുന്നു, അതിന് ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി സാധിച്ചു. കുറേ കാലങ്ങളായി മാറി വന്ന ഭരണസമിതിയുടെ ആഗ്രഹമായിരുന്നു നല്ലൊരു ബസ് സ്റ്റാൻഡ്. അതിന് പൂർത്തീകരിച്ചു ടെൻഡർ നടപടിയിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഗ്രാമീണ റോഡുകൾ ഒരുപാട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളമായിരുന്നു. കുടിവെള്ളത്തിൻ്റെ ജലജീവൻ മിഷൻ പ്രകാരമുള്ള പൈപ്പ് ലൈൻ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ടാപ്പിലൂടെ കൊടുത്താൽ മതി അടുത്ത ഭരണസമിതിക്ക്. കൂടാതെ തെരുവ് വിളക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. തെരുവ് വിളക്കുകൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏതാണ്ട് 800ഓളം പുതിയ തെരുവ് വിളക്കുകൾ നിലവ് പദ്ധതി പ്രകാരം വെക്കാൻ വേണ്ടി സാധിച്ചു. ഗ്രാമപഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് വെക്കാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ MLA, MP, മറ്റ് തദ്ദേശീയ ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നിരവധി ലൈറ്റുകളൊക്കെ വെക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഇനിയിപ്പോൾ തുടർന്ന് അങ്ങോട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ഇനിയിപ്പോൾ കുറേ പൈസ ഉണ്ടാക്കി നമുക്ക് ലൈഫിൻ്റെ വീടുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാക്കിയുള്ള ലൈഫിൻ്റെ വീടുകൾ കൊടുക്കണം. അതുപോലെ ആദിവാസി ഉന്നതികളിൽ കോളനികളിൽ നമുക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കുടിവെള്ള വിഷയം പരിഹരിക്കാനുള്ള ഉന്നതികളുണ്ട്. അത് വീടുകൾ വേണം. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നിർവഹിച്ചിരിക്കുന്നു. അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്താനുള്ള സ്രോതസ്സ് നമുക്കായിരിക്കുന്നു. മുൻകാലങ്ങളിൽ നമുക്കറിയാം ചെറിയ ഫണ്ടേ ആറളം ഗ്രാമപഞ്ചായത്തിനുണ്ടായിരുന്നുള്ളൂ. ഇനി ഞാൻ വരുമ്പോൾ ആദ്യത്തെ 2021-22 ഭരണസമിതിക്ക് റോഡ് നവീകരണത്തിന് കിട്ടിയ 1.25 കോടി രൂപ മാത്രമായിരുന്നു. എന്നാലിപ്പോൾ ഈ വർഷം നമ്മുടെ വലിയൊരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് 4.25 കോടി റോഡ് നവീകരണത്തിന് കിട്ടിയിരിക്കുന്നു. അങ്ങനെ എല്ലാ ഫണ്ടിൻ്റെ കാര്യത്തിൽ വലിയ വർധന ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി സാധിച്ചു. കൂടാതെ നികുതി വരുമാനം നമ്മൾ വർദ്ധിപ്പിച്ചു. 38 ലക്ഷം രൂപയായിരുന്നു ആകെ നമ്മുടെ നികുതി എന്ന് പറയുന്നത്. ഇപ്പോൾ അത് 1.25 കോടിയിലേക്ക് ഈ കഴിഞ്ഞ മാർച്ചിലെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു നേട്ടമാണ്. അതുകൊണ്ട് ഒരുപാട് റോഡുകൾ ഇനിയും ചെയ്യാൻ വേണ്ടി സാധിക്കും, ഒരുപാട് വീടുകൾ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ ആവശ്യമായ ഫണ്ട്, സാമ്പത്തികം ഒരു പ്രധാന ഘടകമാണ്. അതെല്ലാം നിർവഹിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് ഇനിയുള്ള മുന്നോട്ടുള്ള ഭരണസമിതിക്ക് ആര് വന്നാലും ഏറ്റവും സാമ്പത്തികമാണ് പ്രധാന കാര്യം ഞാൻ സൂചിപ്പിച്ചില്ല. അവർക്ക് സാമ്പത്തികം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാൻ, വേഗത്തിൽ നിർവഹിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു അടിത്തറ നമ്മൾ ഇട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എടൂർ ടൗൺ സൗന്ദര്യവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയൊക്കെ അറിഞ്ഞു, എന്താണത്? എടൂർ ടൗൺ മലയോര ഹൈവേയുടെ പണി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എടൂർ
മണത്തണ റീച്ച് വള്ളിത്തോട് മണത്തണ റീച്ചിൻ്റെ പണി എടൂർ ടൗൺ പ്രധാനമായും നടക്കുന്നു. ഇതിൻ്റെ ഭാഗമായി ഹൈമാക്സ് ലൈറ്റ് എടൂർ ടൗണിൻ്റെ പാതയോരങ്ങൾ സൗന്ദര്യവൽക്കരിക്കണം, കൈവരികൾ വെക്കണം, ഡ്രെയിനേജുകൾ പുതുക്കണം ഒക്കെ നമ്മൾ ഇപ്പോൾ KSTP-യുമായി ബന്ധപ്പെട്ട് ചർച്ചകളെല്ലാം നടത്തി അതിനെല്ലാം തീരുമാനമാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഹൈമാക്സ് ലൈറ്റ് ഇപ്പോൾ നാളെ അടുത്ത ദിവസം തന്നെ ഫിറ്റ് ചെയ്യും. എടൂർ മലയോര മേഖല ഒരു സ്ഥിരകേന്ദ്രമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പള്ളിയുണ്ട്, ബാങ്കുകൾ, അതുപോലെ സ്കൂളുകൾ, ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ വരുന്ന നൂറുകണക്കിന് ആളുകൾ ഒരു ദിവസം വന്നു പോകുന്ന സ്ഥലമാണ്. പഞ്ചായത്തിൻ്റെ ആസ്ഥാനമാണ്. അത് സൗന്ദര്യവൽക്കരിച്ച് മനോഹരമാക്കുക, അതിനും നമ്മൾ അടിത്തറയിട്ടിട്ടാണ് നമ്മൾ ഈ ഭരണസമിതി അധികാരം ഒഴിയുന്നത് എന്ന് പറയുന്നത്. ചാരി നടത്തിയിട്ട് ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഹൃദയത്തുടിപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രന്ഥാലയങ്ങളും അതുപോലെ സാംസ്കാരിക നിലയങ്ങളുമാണ്. അതെ അതെ. ആറളം പഞ്ചായത്ത് എങ്ങനെയാണ് അതിനെ സമീപിച്ചത്? നമ്മളെ സംബന്ധിച്ച് നമ്മൾ വരുമ്പോൾ 6 വായനശാലകളാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 24ലേക്ക് കൊണ്ടുവരാനും 11 വായനശാലകൾ അഫിലിയേഷനുള്ള വായനശാലയാക്കി മാറ്റാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. എല്ലാ വാർഡിലും വായനശാലകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. എല്ലാ വാർഡിൽ എന്ന് പറയുമ്പോൾ അതിന് ഏറ്റക്കുറച്ചിലുണ്ട് കേട്ടോ. 24 പറയുമ്പോൾ അതിനകത്തൊരു 10-15 എണ്ണമാണ് സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്. കുറേ എല്ലാം ഇങ്ങനെ ഏറിയും കുറഞ്ഞൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ എല്ലാ ഇടങ്ങളിലേക്കും ഈ പറഞ്ഞ വായനയുടെ ഒരു സംസ്കാരം വളർത്തിയെടുക്കാനും എല്ലാവർക്കും ഇരിക്കാനുള്ള പൊതുവിടങ്ങളായി വായനശാലകൾ മാറ്റാനും നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പുതിയ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇരിക്കാനുള്ള പൊതുവിടങ്ങൾ അനിവാര്യമാണെന്ന് കണ്ടുകൊണ്ട് സാംസ്കാരിക നിലയങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ഇപ്പോൾ ആറളം ഫാമിനകത്ത് പുനരധിവാസ മേഖലക്കകത്ത് നബാർഡ് സഹായത്താൽ 5 സാംസ്കാരിക നിലയങ്ങളാണ് നമ്മൾ നിർമ്മിച്ച് ഇപ്പോൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത്. കൂടാതെ തന്നെ ആറളം ഫാമിന് പുറത്ത് ആറളം ഗ്രാമപഞ്ചായത്തിന് മറ്റ് വിവിധ മേഖലയ്ക്കകത്ത് 4 പുതിയ സാംസ്കാരിക നിലയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ എല്ലാവർക്കും ഇരിക്കാൻ സാധിക്കുന്ന പൊതുവിടങ്ങളായി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ ഒരു കാലയളവിൽ എല്ലാ മേഖലയിലുള്ള ആളുകളും സഹായിച്ചിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവരോടൊക്കെ എന്താണ് സഹായിച്ചവരോടൊക്കെ? ഞാൻ വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് ഞാൻ സാധാരണ തൊഴിലാളിയായിട്ടാണ് അധികാരം ഏൽക്കുന്നത്. തുടർന്നങ്ങോട്ട് ഈ പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ച് വികസനം അവരുടെ ക്ഷേമമൊക്കെ ഉറപ്പുവരുത്തുന്നതിന് നിരവധി ആളുകളുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് താഴെത്തട്ടിലെ സാധാരണക്കാർ മുതൽ ഏറ്റവും മേലെത്തട്ടിലെ നമ്മൾ പേര് പറയാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ, ഞങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ പോലും രാജേഷ് നീ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് അവരുടെ എല്ലാ അഭിപ്രായങ്ങളൊക്കെ മുഖവിലേക്ക് എടുത്തിട്ടാണ് നമ്മൾ പൂർത്തീകരിച്ചിട്ട് ഈ വികസന നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ആറളം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മാധ്യമങ്ങളൊക്കെ വഹിച്ച പങ്കെന്ന് പറയുന്നത് ചെറുതല്ല. നമ്മൾ എന്തായാലും ഞങ്ങളെക്കുറിച്ച് വിമർശിച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് കണ്ടുള്ളത്. പ്രത്യേകിച്ച് ഹൈവിഷനും മറ്റ് എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ട്, നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ പോസിറ്റീവോട് കൂടിയാണ് കാണുന്നത്. ഞാനൊരു പുതിയൊരു തുടക്കക്കാരൻ നിലയ്ക്ക് ഇതെല്ലാം എനിക്കൊരു ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ അത് പഠിച്ച് കൃത്യമായി ഇടപെടുന്നതിൽ ഒരുപാട് ആളുകളുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അവരെല്ലാം ഈ അവസരത്തിൽ വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. KP രാജേഷ് ഉയരങ്ങളിലെത്തട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു. നന്ദി. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആറളം സർവീസ് സഹകരണ ബാങ്ക്. ആറളം സർവീസ് സഹകരണ ബാങ്ക് പ്ലാറ്റിനം ജൂബിലി നിറവിൽ. മെയിൻ ബ്രാഞ്ച് കീഴ്പള്ളി. മറ്റ് ബ്രാഞ്ചുകൾ ചെടിക്കുളം, ആറളം, വെളിമാനം, പൂതക്കുണ്ട്. കീഴ്പള്ളിയിൽ നീതി മെഡിക്കൽ സ്റ്റോർ, മെഡിക്കൽ ലാബ്. ചെടിക്കുളത്ത് വളം ഡിപ്പോയും. ഒന്നിക്കാം, മുന്നേറാം, സമൂഹ നന്മയ്ക്കായി ആറളം സർവീസ് സഹകരണ ബാങ്കിനോടൊപ്പം.